ഇവിടെ സി പി എമ്മിൻ്റെ ഒരു നേതാവുണ്ട് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ നേതാവ് പി ശശി. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു അഴിമതി ആരോപണം, ഒരു വ്യാജ അഴിമതി ആരോപണം നടത്തിയത് ഒരു അജിത് കുമാർ എന്ന് പറഞ്ഞ പയ്യനും അവൻ്റെ കുടുംബവുമാണ്. ഒരു പീഡന പരാതിയാണ്. ആ പരാതി പറയുന്ന DFIക്കാരനെ ഈ KPC ഓഫീസിൽ കൊണ്ടുവന്ന് ജോലി കൊടുത്തതെന്തിന്? മറുപടി പറയണ്ടേ സുധാകരൻ? എന്തിനാണ് ആ DFIക്കാരനെ കൊണ്ടുവന്ന് KPC ഓഫീസിൽ സ്റ്റാഫായി നിയമിച്ചത്, ശമ്പളം കൊടുത്തത്, കാറിന് ഡീസലടിച്ചു കൊടുത്തത്? അതിനൊക്കെ മറുപടി പറയണ്ടേ? അതുമാത്രമാണോ? തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഉൾപ്പെടെ കൊണ്ടുവന്ന് ഈ തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ താമസിപ്പിച്ചു. അതെന്താണ് പ്രത്യേക താല്പര്യം? ഇതിൻ്റെ പിന്നിൽ എന്താണ് ഗൂഢാലോചന എന്ന് സുധാകരൻ മറുപടി പറയേണ്ടി വരും. ഒരാളിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു DFIക്കാരൻ ഒരു നേതാവിനെ കുറിച്ച് പറയുമ്പോൾ അത് കോൺഗ്രസ്സുകാർ ഏറ്റെടുത്ത് വീട്ടിൽ കൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്താണ്? ഇവിടെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട പ്രവർത്തനം ഉണ്ടാക്കി തന്ന കാശികൾ ഈ DFIക്കാരന് വിതരണം ചെയ്തെന്താണ്? അദ്ദേഹത്തിന് വീട് എടുത്തു കൊടുത്തത് ഈ പാർട്ടി, ആ വീട് വാടക കൊടുക്കുന്നത് KPCC, അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നത് KPCC. ഇപ്പോൾ അദ്ദേഹം വില്ല വാങ്ങിച്ചു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അദ്ദേഹം ഒരു മാർജിൻ ഫ്രീ തുടങ്ങി. ഇവിടെ നിന്ന് ഏകദേശം പല ഘട്ടങ്ങളായി ലക്ഷക്കണക്കിന് രൂപയാണ് ആ DFIക്കാരന് കൈമാറിയിട്ടുള്ളത്. പി ശശിക്ക് പേരിൽ, CPMൻ്റെ നേതാവിൻ്റെ പേരിൽ ഒരു വ്യാജ പീഡന പരാതി ഉന്നയിച്ചതിൻ്റെ പേരിൽ ഈ DFIക്കാരനെ സംരക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ് പാവപ്പെട്ട പ്രവർത്തകർ, വെയിൽ കൊണ്ട പാവപ്പെട്ട പ്രവർത്തകർ, അടികൊണ്ട പാവപ്പെട്ട പ്രവർത്തകർക്ക് കൊടുക്കുന്നതിന് പകരം, ചികിത്സയ്ക്ക് വേണ്ടി പാവപ്പെട്ട പ്രവർത്തകർക്ക് കൊടുക്കുന്നതിന് പകരം ഈ DFIക്കാരനെ ഒളിവിലിരുത്തി കുലശേഖരത്തി വീട്ടിൽ താമസിപ്പിച്ച് ലക്ഷങ്ങൾ കൊടുത്തത് എന്തിന് മറുപടി പറയണ്ടേ? ലക്ഷങ്ങൾ പലതും കൊടുത്തത് സാമ്പത്തികപരമായി നേരിട്ടാണെങ്കിൽ നെറ്റ് ബാങ്കിങ്ങിൽ കൂടെയും 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന് നിഷേധിക്കാൻ കഴിയില്ല. കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിന് മറുപടി പറയണം.